സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാടിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ.ടി. ജലീൽ എം.എൽ.എ. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സമസ്ത നേതാവിന് നേരെ ജലീൽ തുറന്നടിച്ചത് ഇങ്ങനെയാണ്. എം.വി. രാഘവനും സി.പി. ജോണും കെ.കെ. രമയും ഒരു മതത്തിലും വിശ്വസിക്കാത്ത തികഞ്ഞ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെയൊന്നും എതിർക്കാതെ ലീഗ് സുന്നി നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് CPM നേതാക്കളെ മാത്രം വേറിട്ട് നിർത്തി ആക്രമിക്കുന്നതിലെ താല്പര്യം സുന്നിസത്തോടുള്ള ആഭിമുഖ്യമല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളല്ലാത്ത നിരവധി പേർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രവർത്തകരിലുമുണ്ട്. ലീഗുകാരുടെ കൂട്ടത്തിൽ പോലും അത്തരം ആളുകളെ കാണാം. അവരെ തുറന്നുകാട്ടാൻ എന്താണ് കൂരിയാട് സാഹിബ് ചാനലുകൾക്ക് അഭിമുഖം നൽകാത്തത്? നിരീശ്വരവാദത്തെക്കാൾ ഇസ്ലാം എതിർത്തത് ബഹുദൈവ ആരാധനയെയല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഷിർക്ക് ആണെന്നല്ലേ നദവി സാഹിബെ അങ്ങയുടെ പക്ഷം? ബഹുദൈവ വിശ്വാസികളായ എത്ര UDF നേതാക്കളെയും മന്ത്രിമാരെയും പട്ടിക്കാട് ജാമിയയുടെ പരിപാടിക്ക് ക്ഷണിക്കുകയും അവരുടെ പ്രസംഗത്തെ തക്ബീർ ചൊല്ലി സുന്നി പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും കാണാത്ത അപരാധം CPM നേതാക്കളുടെ കാര്യത്തിൽ മാത്രം കാണുന്നത് ലീഗ് പ്രേമമല്ലാതെ മറ്റെന്താണ്? ഡോക്ടർ കൂരിയാട് ചീഫ് എഡിറ്ററായ പത്രം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയും കോടിയേരിയും സമസ്ത നേതാക്കളും ഉൾപ്പെടെ 10ഓളം മഹത് വ്യക്തികൾ ചേർന്നാണ്. അന്നും സുന്നി പ്രവർത്തകർ തക്ബീർ ചൊല്ലിയാണ് ചടങ്ങിന് സാക്ഷികളായത്. ബഹാവുദ്ദീൻ സാഹിബിന് കോടിയേരിയോട് അന്ന് തോന്നാത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപ്പോൾ ഉണ്ടായതിന്റെ ഗുട്ടൻസ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തിരിയും. സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്ന് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ജൂദാസിനെ പോലും നാണിപ്പിക്കും. ചന്ദ്രികയ്ക്ക് ഇപ്പോൾ നല്ലൊരു ചീഫ് എഡിറ്റർ ഇല്ല. ആ പദവി അലങ്കരിക്കാൻ സുപ്രഭാതത്തിൽ നിന്ന് രാജിവെച്ച് പോകലല്ലേ ഡോക്ടർ സാഹിബെ ഭംഗി? അങ്ങ് സമസ്തയുടെ മുഷാവറയിലല്ല അംഗമാകേണ്ടത്, മുസ്ലിം ലീഗിന്റെ ഹൈ പവർ കമ്മിറ്റിയിലാണ്. സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഷൈഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നിലപാടിൽ ഒരു പിശകും സംഭവിച്ചിട്ടില്ല. അവരാണ് ശരിയെന്ന് വൈകാതെ താങ്കൾക്ക് ബോധ്യമാകും. നദവി സാഹിബെ, അങ്ങേക്കാണ് തെറ്റുപറ്റിയത്, സമസ്തയുടെ നേതൃത്വത്തിനല്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന താങ്കൾ കപ്പലിൽ വെള്ളമില്ലാതായപ്പോൾ താഴത്തെ നിലയിൽ ഓട്ടയുണ്ടാക്കി പ്രശ്നം പരിഹരിച്ച തൊരപ്പന്റെ പണിയാണ് എടുക്കുന്നത്. സുന്നിസത്തിന്റെ കാര്യം വരുമ്പോൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും താഴൊരു സമസ്തക്കാരനാണെന്ന് പറയാൻ എന്തേ താങ്കൾക്ക് കഴിയുന്നില്ല? മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സമസ്ത എന്ത് നേട്ടമാണ് മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുത്തതെന്ന് ചോദിച്ച് സയ്യിദുന ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠരെയും വലിച്ചു കീറി അവഹേളിച്ചപ്പോൾ ബഹാവുദ്ദീൻ സാഹിബെ, എന്തേ അങ്ങയുടെ നാക്കുപുങ്ങിയില്ലേ? അങ്ങയെപ്പോലുള്ള ഒറ്റുകാരെ ഉപയോഗിച്ച് സമസ്ത എന്ന കപ്പൽ മുക്കാനാണ് ലീഗിന്റെ ശ്രമം. ആ സത്യം സമസ്തയുടെ പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയെ ലീഗിന്റെ മറ്റൊരു പോഷക സംഘടനയാക്കി അവർ മാറ്റും. അതിനവർ സ്വതന്ത്ര പണ്ഡിത തൊഴിലാളി യൂണിയൻ എന്ന് പേരും നൽകും. അതിന്റെ പ്രസിഡന്റായി ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് ആജീവനാന്തം വാഴുമെന്ന് പറഞ്ഞ ജലീൽ കുറിപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു. അതേസമയം സമസ്ത നേതാക്കൾക്കെതിരെയും സുപ്രഭാതം പത്രത്തിനെതിരെയും പ്രസ്താവന നടത്തിയ ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട്. 48 മണിക്കൂറിനകം വിശദീകരണം നൽകാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. സമസ്തയിൽ ചിലർ ഇടതുപക്ഷവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് EK വിഭാഗം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും സുപ്രഭാതം ചീഫ് എഡിറ്ററുമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. എല്ലാവർക്കും വ്യക്തമായതാണ് ഇക്കാര്യമെന്നും സുപ്രഭാതം പത്രത്തിൽ നയം മാറ്റമുണ്ടായെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. അതുകൊണ്ടാണ് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നും പ്രതികരിച്ച അദ്ദേഹം ഈ നയം മാറ്റത്തിനെതിരെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും ഇത് അടുത്ത മുഷാവറ യോഗത്തിൽ ഉന്നയിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതോടെയാണ് EK വിഭാഗം സമസ്തയുടെ നേതൃത്വം വിശദീകരണം തേടിയത്. ഉമർ ഫൈസി മുക്കത്തെ മുന്നിൽ നിർത്തി ലീഗ് വിരുദ്ധർ നടത്തുന്ന നീക്കത്തെ ചെറുക്കാൻ മുതിർന്ന നേതാവായ ബഹാവുദ്ദീൻ നദ്വിയെ തന്നെയാണ് എതിർവിഭാഗം രംഗത്തിറക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ EK വിഭാഗം സമസ്തയിലെ ഒരു വിഭാഗം മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു. ലീഗ് വിരുദ്ധരായ സമസ്ത നേതാക്കളുടെ അറിവോടെ നടത്തിയ നീക്കം
UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയതായി ലീഗ് നേതൃത്വം വിലയിരുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് ഉമർ ഫൈസി മുക്കം ലീഗിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിനു പുറമെ ലീഗിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നതും ചർച്ചയായിരുന്നു. ഇത് ഇടത് അനുകൂല നീക്കമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ലീഗ് അനുകൂല നേതാവായ ബഹാവുദ്ദീൻ നദ്വി വിമർശനവുമായി രംഗത്തു വന്നത്. മുസ്ലിം ലീഗ് വിരുദ്ധരുടെ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ലീഗ് നേതൃത്വം വിട്ടുനിന്നിരുന്നു.